മസ്കറ്റ് മാരത്തോണിന് ഉജ്ജ്വല തുടക്കം. സുൽത്താൻ കപ്പ് ഫുട്ബോളിൽ അൽ ഷബാബ് ക്ലബിന് കന്നിക്കിരീടം. ഹഫീദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള കായിക ഇനമായ മസ്കറ്റ് മാരത്തോണിന് ഉജ്ജ്വല തുടക്കം. ഇന്ന് 42 കിലോമീറ്റർ, 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നീ മത്സര ഇനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുവാനെത്തിയത്. മലയാളികളായ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി വിദേശികളും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. നാളെ 5 കിലോമീറ്റർ, കുട്ടികൾക്കായുള്ള 3 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്നിവയിലുള്ള ഓട്ടവും നടത്തും. രാജ്യത്തെ ആഭ്യന്തര ഫുട്ബോൾ ടൂർണമെന്റുകളുടെ അഭിമാന കിരീടമായ സുൽത്താൻ കപ്പ് ഫുട്ബോൾ കിരീടം ചരിത്രത്തിൽ ആദ്യമായി അൽ ഷബാബ് ക്ലബ്ബ് സ്വന്തമാക്കി. ഇന്നലെ ഇബ്ര സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ സീബ് ക്ലബിനെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അൽ ഷബാബ് ക്ലബ്ബ് പരാജയപ്പെടുത്തിയത്. ബദർ അൽ അലവിയാണ് 58-ാം മിനിറ്റിൽ ഷബാബ് ക്ലബിന് വേണ്ടി ഗോൾ നേടിയത്. സുൽത്താൻ കപ്പ് നേടുക എന്നുള്ളത് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കിരീട നേട്ടം എന്നതിലുപരി അഭിമാന പോരാട്ടമാണ്. ഇബ്ര സ്പോർട്സ് കോംപ്ലക്സിൽ ഇതാദ്യമായാണ് സുൽത്താൻ കപ്പിന്റെ ഫൈനൽ അരങ്ങേറുന്നത്. ഫൈനലിന് മുമ്പായി ലേസർ ഷോ, വെടിക്കെട്ട് തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയീദിന് അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ കൗൺസിൽ ഏറ്റവും ഉയർന്ന അറബ് സുരക്ഷാ മെഡലായ പ്രിൻസ് നായിഫ് അറബ് സെക്യൂരിറ്റി മെഡൽ ഓഫ് എക്സലൻസ് ക്ലാസ് നൽകി ആദരിച്ചു. അറബ് രാജ്യങ്ങൾക്കിടയിൽ സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നതിലും ഭരണാധികാരി വഹിച്ച ക്രിയാത്മക പങ്കിനെ അഭിനന്ദിച്ചാണ് മെഡൽ നൽകിയത്. കഴിഞ്ഞ ദിവസം ടുണീഷ്യയിൽ നടന്ന 42ാമത് അറബ് ആഭ്യന്തര മന്ത്രിമാരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയാണ് മെഡൽ സ്വീകരിച്ചത്. ഒമാൻ സംഘത്തെ നയിച്ചിരുന്നതും അൽ ബുസൈദിയായിരുന്നു. മേഖലയിലെ ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് ഒമാനിലെ സുഹാറിനെയും UAE അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഒമാന്റെ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരു രാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. ഒമാനിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി ഹഫീദ് റെയിൽ സ്റ്റീലുമായി ദിവസങ്ങൾക്ക് മുമ്പ് തന്ത്രപരമായ കരാറുകളിൽ എത്തിയിരുന്നു. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.